പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങളാണ്. അന്യരെ വിധിക്കരുത്. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തിക്കുലുക്കി നീളച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു. കുരുടനെ നയിക്കാൻ സാധിക്കുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും. നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗവനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കെ സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്കെങ്ങനെ കഴിയും? കപടനാട്യക്കാര, ആദ്യമേ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയും. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എന്റെ അടുത്ത് വന്ന് എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്കതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിന് ഇളക്കാൻ കഴിഞ്ഞില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വചനത്തിൽ യേശു നമ്മളോട് പറയുന്നത് നമ്മൾ ആരെയും വിധിക്കരുതെന്നാണ്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത്. അല്ലെങ്കിൽ ആരുടെയും കുറ്റം പറയുമ്പോൾ അവരത് കുറ്റം ചെയ്തിട്ടുണ്ടോന്നെങ്കിലും നമ്മൾ അന്വേഷിച്ചിട്ട് വേണം ആരെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്താൻ. എന്താണെന്ന് വെച്ചാൽ ആ കുറ്റം ചെയ്യാത്ത വ്യക്തി നമ്മൾ പറയുന്നത് കേട്ട് അവരെന്തും വേണ്ടി വേദനിക്കുന്നുണ്ട്. ആ മറ്റുള്ളവരുടെ കണ്ണുനീരിന് ദൈവം പ്രതിഫലം തരാതിരിക്കത്തില്ല. ദൈവത്തിന് ആരും കരയുന്നതും സങ്കടപ്പെടുന്നതും ഒന്നും ഇഷ്ടമില്ല. ദൈവത്തിന് എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാരണം മറ്റൊരുത്തന്റെ കണ്ണ് നിറയാനുള്ള സാഹചര്യം വരുത്തരുതെന്നാണ് കർത്താവ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്ഷമിക്കണം. പക്ഷെ നമ്മൾ ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമ്മളോടും സ്വർഗസ്ഥനായ പിതാവ് ക്ഷമിക്കത്തുള്ളൂ. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലാൻ പോലും നമ്മൾ അർഹരാകത്തുള്ളൂ. നമുക്ക് ആരോടും വിദ്വേഷമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ യേശു ഇവിടെ പറയുവാണ്, സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കുകയും മറ്റുള്ളവരുടെ കണ്ണിലെ പൊടി മാറ്റുകയെന്ന് പറയുന്നതിൽ എന്ത് നേട്ടമെന്ന്. ശരിയല്ലേ സഹോദരങ്ങളെ? നമ്മുടെ കണ്ണിൽ നല്ല വലിയ തടിക്കഷ്ണം വെച്ചുകൊണ്ടാണ് നമ്മൾ ചെറിയ കാര്യത്തിന് മറ്റുള്ളവരെ ദുഷിച്ച് നടക്കുന്നത്. അതൊക്കെ തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ എപ്പോഴും ആരെയും വേദനിപ്പിക്കാതെ ആരുടെയും കണ്ണിൽ നിന്ന് നമ്മൾ കാരണം ഒരു തുള്ളി കണ്ണുനീര് വരാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കരുത്. നമ്മളെപ്പോഴും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തെറ്റ് ചെയ്യാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിക്കുകയും എല്ലാവർക്കും നല്ലതും സന്തോഷവും
സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.